സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം തത്സത്. ശിവശങ്കരോ ഗുരുവരകാരുണ്യവാരാന്നിധി സർവജ്ഞശ്രിതഭക്തപാലനരതപായാത് സദാശങ്കര. ധർമാഖ്യാനവിചക്ഷണോऽപി നിതരാം യോ ബ്രഹ്മരാദോ അഭവത് സോऽസ്മാകം ഗുരുനായകോ ഹ്യവതു ന ശിഷ്യാൻ പ്രപന്നാൻ ശുഭം. സജ്ജനങ്ങളെ, കരിമ്പൻപുഴ ശ്രീ ശിവശങ്കരാശ്രമത്തിൽ നിന്നും പ്രസിദ്ധം ചെയ്യുന്ന ഉപനിഷത്ത് കഥകൾ എന്ന പരമ്പരയിൽ 8ാമത് ഖണ്ഡമാണ് ഇപ്പോൾ പ്രസിദ്ധീകരിക്കുന്നത്. കഠോപനിഷത്തിലെ വളരെ പ്രസിദ്ധമായ ഒരു ഉപമാനം ആണ് ഇന്ന് ചർച്ചയ്ക്ക് വിഷയമാകുന്നത്. നമ്മുടെ ഇന്ദ്രിയങ്ങളെ സംബന്ധിക്കുന്ന ഇന്ദ്രിയ ഗോചരമായിരിക്കുന്ന ഈ പ്രപഞ്ചം, അതിൻ്റെ പിന്നിൽ ചൈതന്യത്തെ പകർന്നുകൊണ്ട് നിൽക്കുന്ന ബ്രഹ്മം, ഇതിനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രകരണമാണ് ഇന്ന് നമുക്ക് കഥാരൂപത്തിൽ കാണാൻ സാധിക്കുന്നത്. നമ്മുടെ ഇന്ദ്രിയങ്ങൾ ബാഹ്യങ്ങളായിട്ടുള്ള വിഷയങ്ങളെല്ലാം കാണാൻ സമർത്ഥങ്ങളാണ്, പര്യാപ്തങ്ങളുമാണ്. കണ്ണ് ബാഹ്യങ്ങളായിരിക്കുന്ന രൂപങ്ങളെ കാണുന്നു, ചെവി ബാഹ്യങ്ങളായിരിക്കുന്ന ശബ്ദങ്ങളെ കേൾക്കുന്നു, നാക്ക് ബാഹ്യങ്ങളായിരിക്കുന്ന വിഷയങ്ങളെ രുചിക്കുന്നു, അതുപോലെ ത്വക്ക് ബാഹ്യങ്ങളായിരിക്കുന്ന വിഷയങ്ങളെ സ്പർശിക്കുന്നു, മൂക്ക് ബാഹ്യങ്ങളായിരിക്കുന്ന ഘ്രാണങ്ങളെ, ഗന്ധങ്ങളെ ഘ്രാണിക്കുന്നു. ഇങ്ങനെ ഇന്ദ്രിയങ്ങളെല്ലാം ബഹിർമുഖങ്ങളായിട്ട് ബാഹ്യവിഷയങ്ങളെ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് നമുക്ക് കാണാം. ഉള്ളിലിരിക്കുന്ന അന്തരാത്മാവിനെ ദർശിക്കാൻ ഈ ഇന്ദ്രിയങ്ങളൊന്നും പര്യാപ്തങ്ങളല്ല. ജ്ഞാനേന്ദ്രിയങ്ങൾക്ക് സഹായകമായി വർത്തിക്കേണ്ട കർമ്മേന്ദ്രിയങ്ങളും ഈ അന്തരാത്മ ദർശനത്തിന് സഹായകമല്ല തന്നെ. ഇതാണ് വിഷയം. ഈ വിഷയത്തെ അവതരിപ്പിച്ചുകൊണ്ട് ഉപനിഷത്ത് ഇങ്ങനെയാണ് പറയുന്നത്. പരാഞ്ചിഖാനീ വ്യതൃണത് സ്വയംഭൂ തസ്മാത് പരാങ് പശ്യതി നാന്തരാത്മൻ കശ്ചിദ്ധീരഃ പ്രത്യഗാത്മാനമൈക്ഷത് ആവൃത്തചക്ഷുഃ അമൃതത്വമിച്ഛൻ. അതായത് പരാഞ്ചിഖാനീ വ്യതൃണത് സ്വയംഭൂ. സ്വയംഭൂ അല്ലെങ്കിൽ സർവേശ്വരൻ ഇന്ദ്രിയങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് ബഹിർമുഖങ്ങളായിട്ടാണ്. അതുകൊണ്ട് ഇന്ദ്രിയങ്ങൾക്ക് ബാഹ്യവിഷയങ്ങളെ മാത്രമേ കാണാൻ, തൊടാൻ, മണക്കാൻ, രുചിക്കാൻ, സ്പർശിക്കാൻ ഒക്കെ ആകുന്നുള്ളൂ. ഉള്ളിലിരിക്കുന്ന ആത്മാവിനെ ആ ഇന്ദ്രിയങ്ങൾക്ക് അറിയാനായിട്ട് കഴിയുന്നില്ല. വാസ്തവത്തിൽ സ്വയംഭൂ അല്ലെങ്കിൽ ഈശ്വരൻ മനുഷ്യനെ വഞ്ചിച്ചിരിക്കുകയാണെന്ന് പറയാം. ഈ ജീവനൻ അല്ലെങ്കിൽ ജീവാത്മാവ് ആന്തരികമായിരിക്കുന്ന ആ സർവേശ്വരനെ കാണാതെ ഇരിക്കാൻ വേണ്ടി ആ ഈശ്വരനെ മറച്ചിരിക്കുകയാണ്. എങ്ങനെ? ഇന്ദ്രിയങ്ങളെ ബഹിർമുഖങ്ങളായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നുണ്ട്. പക്ഷേ ഈ ഇന്ദ്രിയങ്ങൾ ഒന്ന് മാറി നിന്നാലോ? മാറി നിന്നാൽ
ആന്തരികമായ ദർശനം ഉണ്ടാകും. അങ്ങനെ ഉള്ളിലിരിക്കുന്ന ആ പരമാത്മാവിനെ അറിയാൻ സാധിക്കുകയും ചെയ്യും. അതെങ്ങനെയാണ്? ഈ ഇന്ദ്രിയങ്ങളെ ഒന്ന് ഒതുക്കി മാറ്റി നിർത്തണം. പക്ഷെ അതെങ്ങനെ സാധിക്കും? അത് വളരെ പ്രയാസമാണ് സാധിക്കാൻ. ഭഗവാൻ പറയുന്നത് പോലെ, ഗീതയിൽ ഭഗവാൻ പറയുന്നത് പോലെ, 1000-ൽ ഒരാൾക്കോ അതിലും ചെറിയ ഒരംശത്തിന് മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ. അതാണ് ഭഗവാൻ ഗീതയിൽ പറയുന്നത്. മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യതതി സിദ്ധയേ യതതാമപി സിദ്ധാനാം കശ്ചിന്മാം വേത്തി തത്വതഃ. അങ്ങനെ 1000-ൽ ഒരുവനോ അല്ലെങ്കിൽ അതിലും ചെറിയ ഒരംശത്തിൽ ഒരാൾക്കോ മാത്രമേ ഈ പ്രത്യേകാത്മദർശനം ഉണ്ടാകുന്നു. അവരെ ഉപനിഷത്ത് വിളിക്കുന്ന പേര് ധീരൻ എന്നാണ്. ധീരൻ എന്ന് പറഞ്ഞാൽ നാം സാധാരണ ഉദ്ദേശിക്കുന്നത് പോലെ ധൈര്യമുള്ളവൻ എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് ധിയം രാതീതി ധീര. ധീയിൽ, ബുദ്ധിയിൽ രമിക്കുന്നവനാരോ അവനാണ് ധീരൻ. അതിന് ധൈര്യം വേണം എന്നുള്ള കാര്യം സ്പഷ്ടമാണ്. അപ്പം അങ്ങനെ ബുദ്ധിയിൽ, ചിന്തയിൽ, വിചാരത്തിൽ രമിക്കാൻ കഴിയുന്ന ഒരുവനെ സംബന്ധിച്ച് അയാളാണ് കശ്ചിത് ധീരഃ. അങ്ങനെ ധൈര്യമുള്ള ഒരാളെ സംബന്ധിച്ച് പ്രത്യേകാത്മാനമൈക്ഷത്, അയാൾ പ്രത്യേകാത്മാവിനെ ദർശിക്കുന്നു. എങ്ങനെയാണ് ദർശിക്കുന്നത്? ആവൃത്ത ചക്ഷുഹു. ചക്ഷുസ് എന്നാൽ ഇന്ദ്രിയങ്ങളെ മൊത്തത്തിൽ പ്രതിനിധീകരിക്കുകയാണ് ചെയ്യുന്നത്. ജ്ഞാനേന്ദ്രിയങ്ങളെ മുഴുവൻ ആവരണം ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒതുക്കിയിട്ട്, അല്ലെങ്കിൽ അവയുടെ പ്രവർത്തനത്തിനെ നിയന്ത്രിച്ചിട്ട് അങ്ങനെ നിവർത്തിക്കുമ്പോൾ എന്താണ് അയാളുടെ ലക്ഷ്യം? ആ ലക്ഷ്യം അമൃതത്വമിച്ഛൻ, അമൃതത്വത്തെ പ്രാപിക്കണമെന്നുള്ളതാണ് അയാളുടെ ലക്ഷ്യം. അങ്ങനെ അമൃതത്വത്തെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ, അതായത് മോക്ഷേച്ഛുവായിരിക്കുന്ന ഒരാൾ, ബാഹ്യങ്ങളായിട്ടുള്ള ഇന്ദ്രിയങ്ങളെല്ലാം നിയന്ത്രിച്ചിട്ട് എന്തു ചെയ്യുന്നു? അങ്ങനെ ആ ഏകാഗ്രമായിരിക്കുന്ന ബുദ്ധി കൊണ്ട് അയാൾ പ്രത്യേകാത്മാവിനെ അറിയുന്നു. അത് ധീരന് മാത്രമേ സാധിക്കൂ എന്ന് പ്രത്യേകം പറഞ്ഞുവല്ലോ. അപ്പം അതുകൊണ്ട് ഇന്ദ്രിയങ്ങളെ ബഹിർമുഖങ്ങളായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നതെങ്കിലും ധീരനായ ഒരുവന്, മോക്ഷേച്ഛുവിന്, അമൃതത്വം ആഗ്രഹിക്കുന്ന ഒരുവന് ആ ഇന്ദ്രിയങ്ങളെ തന്നെ നിയന്ത്രണ വിധേയമാക്കിയിട്ട് അന്തരാത്മാവിനെ ദർശിക്കാൻ സാധിക്കുമെന്നാണ് ഉപനിഷത്ത് പറയുന്നത്. അതിനെന്ത് വേണം? അതിന് വേണ്ടത് നമ്മുടെ ഈ ജീവിതം, അതായത് വിഷയങ്ങളുമായിട്ട് ഇഴുകിക്കഴിയുന്ന ഈ ജീവിതം, ആ ജീവിതത്തിൽ നമുക്ക് ഉണർന്നുയരേണ്ടതായിട്ടുണ്ട്. ഈ ജീവിതം നാം വിഷയങ്ങളുമായിട്ട് ഇടപഴകി കഴിയുന്ന ജീവിതമാണ്. ആ ജീവിതത്തിൽ നിന്ന് ഒന്നുയർന്നു മാറി ചിന്തയുടെ ഒരു ഉന്നത വിധാനത്തിലേക്ക് നാം എത്തിപ്പെടുമ്പോൾ നമുക്ക് ഇതിന് സാധ്യത തെളിയും. ഇതാണ് ഉപനിഷത്ത് പറയുന്നത്. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത ക്ഷുരസ്യ ധാരാ നിശിതാ ദുരത്യയ ദുർഗം പഥം സ്തത്കവയോ വദന്തി. ഇന്ന് നിങ്ങൾ ജീവിക്കുന്ന ഈ വിഷയ ലോലുപത നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് ത്യാഗത്തിൻ്റേതായ പാതയെ നിങ്ങൾ സ്വീകരിച്ച് ഉയർന്ന് ജാഗ്രതയോടുകൂടി ഇരിക്കുകയാണെങ്കിൽ എഴുന്നേൽക്കുക, ഉണരുക. ഇന്നത്തെ ഈ
ക്ഷുദ്രമായ ജീവിതത്തിൽ നിന്ന് ഉണർന്നെഴുന്നേറ്റിട്ട് എന്തു വേണം? അർഹനായൊരു ഗുരുവിനെ സ്വീകരിച്ചിട്ട് ആ ഗുരുവിൻ്റെ അനുഗ്രഹം തേടി ആ ഗുരുവിൽ നിന്ന് ഉപദേശം സ്വീകരിക്കണം. ആ ഗുരുപദേശപ്രകാരം മുന്നോട്ട് പോവുകയാണെങ്കിൽ, സാധനകൾ അനുഷ്ഠിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പ്രത്യേകാത്മാവിനെ ദർശിക്കാനാകും. അതാണ് ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത. പക്ഷേ ഈ മാർഗം അത്ര എളുപ്പമല്ല. ഈ മാർഗം വായ്ത്തലയുള്ള വാളിൻ്റെ മുനയിൽ കൂടി നടന്നു പോകുന്നത് പോലെ പ്രയാസമാണ്. ക്ഷുരസ്യ ധാരാ നിശിതാ ദുരത്യ. അത്ര അപകടം നിറഞ്ഞതാണ് ഈ മാർഗം. വായ്ത്തല മൂർച്ചയുള്ള ഒരു വാള് വച്ചിട്ട് അതിൻ്റെ മീതെ കൂടി നടന്നു പോകുന്നത് എത്ര പ്രയാസകരമാണോ, അത്രയും പ്രയാസകരമാണ് ഈ യാത്ര. ദുർഗം പദം സ്തത് കവയോ വദന്തി. കവയ മനീഷിണ, മനീഷികളായിരിക്കുന്ന, ബുദ്ധിമാന്മാരായിരിക്കുന്ന, സത്യദർശികളായിരിക്കുന്ന ആളുകൾ പറഞ്ഞിരിക്കുന്നു ഇത് അപകടമുള്ള വഴിയാണ് എന്ന്. ഈ അപകടത്തെയൊക്കെ തൃണവൽഗണിച്ചുകൊണ്ട് ഈ മാർഗത്തിൽ അമൃതത്വം ആഗ്രഹിക്കുന്ന ആൾ തീവ്ര മുമുക്ഷത്വത്തോടു കൂടിയിട്ട് ആ സത്യസാക്ഷാത്കാരത്തിന് വേണ്ടി ശ്രമിക്കുന്ന ഒരാൾക്ക് ഈ സത്യം തെളിഞ്ഞു കിട്ടുക തന്നെ ചെയ്യും. മനുഷ്യന് 3 കാര്യങ്ങളാണ് വേണ്ടതെന്ന് ഉപനിഷത്ത് ഉദ്ഘോഷിക്കുന്നു. അതിനെപ്പറ്റി പ്രകരണ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: മനുഷ്യത്വം, മുമുക്ഷുത്വം, മഹാപുരുഷ സംശ്രയ. ആദ്യം മനുഷ്യനാകാൻ ശ്രമിക്കണം. അത് കഴിഞ്ഞിട്ട് മോക്ഷേച്ഛയുണ്ടാകണം. ഇത് രണ്ടും ആകുമ്പോൾ മഹാപുരുഷന്മാരുമായിട്ട് സന്ധിക്കാനുള്ള സാധ്യതയുണ്ടാകുന്നു. അങ്ങനെ മഹാപുരുഷന്മാരുമായിട്ട് സന്ധിക്കുന്ന സമയത്ത് അവരിൽ നമുക്ക് സത്യം അറിയാൻ സാധിക്കും. ഇതാണ് ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത ക്ഷുരസ്യ ധാരാ നിശിതാ ദുരത്യ ദുർഗം പഥം സ്തത് കവയോ വദന്തി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കും. അങ്ങനെ ഒരു ഗുരുവിനെ സ്വീകരിച്ചിട്ട് സത്യസാക്ഷാത്കാരത്തിൻ്റെ പടവുകൾ കയറി മുന്നോട്ട് പോയാൽ നേരത്തെ പറഞ്ഞ ഇന്ദ്രിയങ്ങളാൽ മറയ്ക്കപ്പെട്ടിരിക്കുന്ന, ബഹിർമുഖങ്ങളായി സൃഷ്ടിക്കപ്പെട്ട ഇന്ദ്രിയങ്ങളാൽ മറയ്ക്കപ്പെട്ടിരിക്കുന്ന ആ അന്തരാത്മാവിനെ, പ്രത്യേകാത്മാവിനെ ദർശിക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഇന്ദ്രിയ നിഗ്രഹമാണ് വളരെ പ്രധാനമായിട്ട് വേണ്ടത്. ആ ഇന്ദ്രിയ നിഗ്രഹത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോയാൽ ആവൃത്തചക്ഷുഹു, ആ ഇന്ദ്രിയങ്ങളെ അടക്കി അമൃതത്വമിച്ഛൻ, തീവ്രമായിട്ടുള്ള മുമുക്ഷത്വത്തോടു കൂടിയിട്ട് സത്യസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് ആരാണോ ദാഹിക്കുന്നത്, അതിനുവേണ്ടി ആരാണോ പ്രവർത്തിക്കുന്നത്, അവർക്ക് സത്യം കരതലാമലകം പോലെ തെളിഞ്ഞു കിട്ടുമെന്നാണ് ഋഷീശ്വരന്മാരുടെ പ്രഖ്യാപനം. ഈ ഒരു ഉപമാനത്തിലൂടെ നാം തീവ്രമുമുക്ഷുക്കളായിട്ട് സാധനാനുഷ്ഠാനങ്ങളിലൂടെ മുന്നേറി സത്യത്തെ സാക്ഷാത്കരിക്കണമെന്ന് ഉപനിഷത്ത് നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. തുടർന്ന് വരുന്ന എപ്പിസോഡിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക, അടുത്ത വ്യാഴാഴ്ച. അതുവരെ എല്ലാവർക്കും വിനീതമായ നമസ്കാരം.